ഇനി പശ്ചിമേഷ്യൻ സംഘർഷത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. 13 ദിവസം പിന്നിടുകയാണ് സംഘർഷം തുടങ്ങിയിട്ട് എന്നതാണ്. ഇപ്പോഴും അയവില്ലാതെ പ്രത്യാക്രമണങ്ങൾക്ക് തുടരുകയാണ്. ഇറാനും അതുപോലെ തന്നെ അമേരിക്കയും ഇസ്രായേലും ചെയ്യുന്നത്. ഇറാനിലും അതുപോലെ തന്നെ ലെബനാനിലുമൊക്കെ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ശക്തമായ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. നിരവധി ആളുകൾ കൊല്ലപ്പെടുന്ന സാഹചര്യം. തിരിച്ച് ഇറാനാണെങ്കിൽ ഗൾഫ് കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ അതിശക്തമായ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അതിനിടയിൽ മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ആ മധ്യസ്ഥ ശ്രമങ്ങൾക്ക് പ്രതീക്ഷ നൽകിക്കൊണ്ടാണ് ഏറ്റവും ഒടുവിലായി ഇറാന്റെ ഒരു പ്രതികരണം വരുന്നത്. ഇറാൻ പ്രസിഡന്റ് പെസഷ്കിയാന്റെ ഭാഗത്തു നിന്നാണ് പ്രതികരണം വരുന്നത്. എന്താണ് എന്നത് നോക്കാം. സമാധാനത്തിന് തങ്ങൾ ഒരുക്കമാണ് എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നു. അതോടൊപ്പം 3 ഉപാധികൾ കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് 3 ഉപാധികൾ എന്ന് നോക്കാം. അതിൽ ആദ്യത്തേത് രാജ്യത്തിന്റെ പരമാധികാരം അത് അംഗീകരിക്കാൻ തയ്യാറാകണമെന്ന് പറയുന്നു. നഷ്ടപരിഹാരം നൽകണം. ഇതുവരെ ഉണ്ടായ ആക്രമണങ്ങളിൽ ഉണ്ടായിട്ടുള്ള നഷ്ടപരിഹാരം നിങ്ങൾ നികത്തണമെന്ന് പറയുന്നു. ഇനി ആക്രമിക്കില്ല എന്ന അന്താരാഷ്ട്ര രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഉറപ്പ് തങ്ങൾക്ക് വേണമെന്ന് പറയുന്നു. റഷ്യയും അതുപോലെ തന്നെ പാകിസ്ഥാൻ നേതാക്കളുമായി നടത്തിയ ചർച്ചയിലാണ് ഇറാൻ പ്രസിഡന്റ് ഇങ്ങനെ ഒരു ഉപാധി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പക്ഷേ ഇനിയുള്ള ചോദ്യം, ഈ ഉപാധികളൊക്കെ ട്രംപ് അംഗീകരിക്കാൻ തയ്യാറാകുമോ എന്നതാണ്. എന്തായാലും ഏറ്റവും ഒടുവിലായി വന്നിട്ടുള്ള ട്രംപിന്റെ പ്രതികരണവും ലക്ഷ്യം പൂർത്തിയാക്കാതെ മടങ്ങില്ല. യുദ്ധാവസാനം ഉണ്ടാകുമ്പോൾ തങ്ങൾ എന്താണോ ലക്ഷ്യമിട്ടത് അത് പൂർത്തിയാക്കാതെ മടങ്ങില്ല എന്ന് ട്രംപ് പറയുന്നു. ഇറാൻ ആണെങ്കിൽ ഹോർമുസ് കടലിടുക്കിലുള്ള എണ്ണക്കപ്പലുകൾ ഉൾപ്പെടെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണങ്ങളാണ് നടത്തുന്നത്. അതിന്റെ പ്രത്യാഘാതം ആഗോള വിപണിയിലുണ്ട്. എണ്ണവില ഇന്ന് $100 മുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇറാൻ എന്താണ് പറയുന്നത് നോക്കൂ. അത് ഇനിയും ഉയരും. $200 മുകളിലേക്ക് വരെ ഉയരാമെന്ന് ഇറാന്റെ ഒരു താക്കീത് മുന്നറിയിപ്പ് വരികയും ചെയ്യുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ രാജ്യങ്ങൾ, അന്താരാഷ്ട്ര ഊർജ്ജ ഏജൻസിയിലെ അംഗങ്ങൾ ഉൾപ്പെടെ അവരുടെ കരുതൽ എണ്ണശേഖരം ഉപയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അത് വിപണിയിലേക്ക് ഇറക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇനി മറ്റൊരു കണക്ക് വരുന്നത്, ഇതുവരെ ഉണ്ടായ ആക്രമണങ്ങളിൽ US ചെലവായത് വൻ തുക ഈ ആക്രമണത്തിന്, ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ചെലവായി എന്നതാണ്. 1 ലക്ഷം കോടി രൂപ ആദ്യ 5 ദിവസത്തിൽ തന്നെ US ചെലവായി എന്ന കണക്കുകൾ അതുകൂടി ആളുകളെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഇനി ഇറാൻ 3 ഉപാധികൾ മുന്നോട്ട് വയ്ക്കുന്നു. അത് ഇസ്രായേലും അമേരിക്കയും അംഗീകരിക്കുമെന്ന് ചോദ്യമുണ്ട്. ഒരു സമാധാനം അത് അരികെയാണോ എന്ന ചോദ്യമുണ്ട്. അതിനൊക്കെയുള്ള ഉത്തരം MC നാസർ പറഞ്ഞു. മേഖലയിൽ രൂപപ്പെട്ട ഈ സംഘർഷം എത്രയും പെട്ടെന്ന് ലഘൂകരിക്കാൻ, അല്ലെങ്കിൽ ഈ സങ്കീർണമായിട്ടുള്ളൊരവസ്ഥ ഒഴിവാക്കാൻ തിരക്കിട്ട ചില നീക്കങ്ങൾ റഷ്യയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഫ്രാൻസ്, തുർക്കി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും അത്തരം ഒരു നീക്കത്തിന് അനുകൂലമായി തന്നെ രംഗത്ത് വന്നിരുന്നു. പക്ഷേ ഏതെങ്കിലും അർത്ഥത്തിൽ അതൊരു മൂർത്തമായിട്ടുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവരാനോ ഒരു അടിയന്തര വെടിനിർത്തൽ ഇറാനും അതോടൊപ്പം തന്നെ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇടയിൽ രൂപപ്പെടുത്താനോ അത് വളർച്ച പ്രാപിച്ചിട്ടില്ല. കാരണം 2 ദിവസം മുമ്പ് ട്രംപ് വ്യക്തമാക്കിയത് ഏറെക്കുറെ ഇറാനിലെ തങ്ങളുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അധികം ഈ യുദ്ധം നീളാൻ ഇടയില്ല എന്ന ഒരു പ്രതികരണമായിരുന്നു ട്രംപ് നടത്തിയത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ടിപ്പം ഇറാൻ പ്രസിഡന്റ് ഏറ്റവും അവസാനം നടത്തിയിരിക്കുന്ന ഒരു പ്രതികരണം, ചില ഉപാധികളുണ്ട്, ആ ഉപാധികൾ അംഗീകരിക്കുകയാണെങ്കിൽ അതോടുകൂടി വെടിനിർത്തലിലേക്കോ മേഖലയിലെ സമാധാനത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും എന്ന ഒരു പ്രതികരണമായിരുന്നു ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇറാൻ്റെ സ്വാഭാവികമായിട്ടുള്ള അവരുടെ അവകാശങ്ങൾ അംഗീകരിക്കുക, അതോടൊപ്പം തന്നെ ഇപ്പോൾ നടത്തിയിരിക്കുന്ന ആക്രമണങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുക, ഭാവിയിൽ ആക്രമണം ഉണ്ടാകില്ല എന്ന അന്തർദേശീയ തലത്തിലുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു ഉടമ്പടി രൂപപ്പെടുത്തുക എന്നിവയായിരുന്നു ഈ ആവശ്യങ്ങൾ. പക്ഷേ അതിനോടൊന്നും ഒരു നിലയ്ക്കുള്ള ഒരു പ്രതികരണവും അനുകൂലമായോ പ്രതികൂലമായിട്ടുള്ള ഒരു പ്രതികരണം അമേരിക്കയോ ഇസ്രായേലോ നടത്തിയിട്ടില്ല. അത്തരമൊരു ഘട്ടത്തിൽ ഇറാനിലെ പുതിയ പരമോന്നത ആത്മീയ നേതാവിൻ്റേതായിട്ടുള്ള പ്രതികരണം വന്നതിലും ഇതുമായി ബന്ധപ്പെട്ട ഒരു വെടിനിർത്തൽ സംബന്ധിച്ച ഒരു സൂചനയോ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രഖ്യാപനമോ ഇന്ന് ഉണ്ടായിട്ടില്ല. അതേസമയം സ്ഥിതിഗതികൾ പ്രത്യേകിച്ചും ഹോർമുസ് കടലിടുക്ക് കേന്ദ്രീകരിച്ച് കൂടുതൽ സംഘർഷാത്മകമായി തന്നെ തുടരുകയാണ്. കാരണം ആ ഭാഗത്തുകൂടിയുള്ള എല്ലാ കപ്പലുകൾക്കും വിലക്ക് ഏർപ്പെടുത്തിയ ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. അതിനിയും അങ്ങനെ തന്നെ തുടരുമെന്ന ഒരു പ്രതികരണം കൂടിയാണ് ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. പക്ഷേ അതേസമയം ഇന്നലെ UN രക്ഷാസമിതി യോഗം ചേർന്ന് ഇറാനെതിരെ അതിശക്തമായിട്ടുള്ള ഒരു പ്രമേയമാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. കാരണം ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയുള്ള ഈ ഒരു കടന്നുകയറ്റം, അവരുടെ പരമാധികാരം ലംഘിച്ചുകൊണ്ടുള്ള നഗ്നമായിട്ടുള്ള ഈ കടന്നുകയറ്റം ഒരു നിലക്കും അംഗീകരിക്കാനാവില്ല. കാരണം ഈ രാജ്യങ്ങളൊക്കെയും ഇത്രയും അയൽ രാജ്യങ്ങൾക്ക് നേരെ ഈ സ്വഭാവത്തിലുള്ള ഒരു സമീപനത്തിൽ നിന്ന് ഇറാൻ വിട്ടുനിൽക്കണമെന്ന് വളരെ ശക്തമായിട്ടുള്ള ഒരു താക്കീത് തന്നെയാണ് UN രക്ഷാസമിതി ഇറാന് നൽകിയിരിക്കുന്നത്. 15 അംഗ രാജ്യങ്ങളിൽ ഏതാണ്ട് 13 രാജ്യങ്ങളും ആ പ്രമേയത്തെ പിന്താങ്ങുകയായിരുന്നു. ചൈനയും റഷ്യയും മാത്രമാണ് ആ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നത്. അപ്പോൾ ഇത്രയും ശക്തമായിട്ടുള്ളൊരു മുന്നറിയിപ്പ് ലഭിച്ചിട്ടും ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണം അവസാനിപ്പിക്കാൻ ഇറാൻ തയ്യാറാകുന്നില്ല. കാരണം ഈ ഒരു ഒറ്റപ്പെടൽ ഒഴിവാക്കാൻ, ഈ ഗൾഫ് രാജ്യങ്ങളുമായി ഏറ്റവും നല്ലൊരു ബന്ധം രൂപപ്പെടുത്താൻ തങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നൊക്കെ നേരത്തെ ഇറാൻ വ്യക്തമാക്കിയിരുന്നുവെങ്കിൽ പോലും ആ അർത്ഥത്തിലുള്ള ഒരു സമീപനമോ പ്രതികരണമോ
ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ കടുത്ത അമർഷവും പ്രതിഷേധവും അവർക്കുണ്ട്. അതാണ് UN രക്ഷാസമിതി യോഗത്തിൽ ഈ രാജ്യങ്ങളൊക്കെയും അത് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്നും സൗദി അറേബ്യ, ഖത്തർ, ബഹ്റൈൻ, UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് നേരെ എന്തായാലും എണ്ണ വില ഉയരുന്നത് ഇന്ധന പ്രതിസന്ധി ലോകത്തെ എല്ലാ രാജ്യങ്ങളെയും ബാധിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് കേരളത്തിൽ വരെ LPG സിലിണ്ടറുകൾ കിട്ടാത്ത അവസ്ഥ, ഹോട്ടലുകൾ അടച്ചുപൂട്ടുന്ന സ്ഥിതിയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഈ സംഘർഷം, ഈ യുദ്ധം മുന്നോട്ട് പോവുകയാണെങ്കിൽ കാര്യങ്ങൾ വലിയ പ്രതിസന്ധിയിലേക്ക് തന്നെയായിരിക്കും കൊണ്ടുചെന്ന് എത്തിക്കുക എന്നത് ഉറപ്പാണ്. MC നാസറാണ് വിവരങ്ങൾ നൽകി.